ഞങ്ങൾക്കൊണ്ടൊരു പരിപാടി, അരിവാൾ കൊണ്ടൊരു പരിപാടി. അരിവാൾ കൊണ്ട് എന്ത് പരിപാടിയാണെന്ന് നടക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ അരിവാൾ ഉപയോഗിക്കുന്നത് നെൽക്കതിര് മുറിക്കാൻ. ആ നെൽക്കതിരുണ്ടാകാത്ത വിധത്തിൽ പാടങ്ങളൊക്കെ തരിശായി കഴിഞ്ഞു. കേരളത്തിൽ പാടങ്ങൾ തരിശായി. കാരണം നെല്ല് മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കൊയ്യാൻ വേണ്ടിയിട്ടുള്ള അരിവാൾ ഇവർ കൊണ്ടൊരു പരിപാടി എന്നാണ് പറയുന്നത്. എന്തു വന്നാലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഞാൻ വാക്ക് കൊടുത്തു പോയ കുട്ടികൾക്ക്, അവരെല്ലാം തയ്യാറെടുപ്പ് നടത്തുകയാണ്, പോകണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞില്ല, ആ ഗ്രൗണ്ടിൻ്റെ അല്ലെ നമ്മൾ തിരിച്ചിട്ട സംഘസ്ഥാൻ്റെ ചുറ്റിനും ഒരു 250-260 പുരുഷന്മാരും സ്ത്രീകളും. അപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട്, സിനിമയിലൊന്നും അല്ലാതെ ഇത്രയേറെ വൈവിധ്യമുള്ള ആയുധങ്ങൾ ഞാൻ കാണുന്നത് അന്നാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ മറച്ചും മറയ്ക്കാതെയും. ഈ പുറത്തുനിന്ന് വന്ന ഇവരെ രാജഗോപാൽ വക്കീലിനെയൊക്കെ പയ്യന്നൂർ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇവനാണ് ഈ പുറത്തുനിന്ന് വന്നതെന്നുള്ള മട്ടിൽ എന്നെ വളഞ്ഞു വെക്കുകയും ഈ പറഞ്ഞ വൈവിധ്യമുള്ള സാധനങ്ങളിൽ ഒന്നെടുത്ത് എൻ്റെ കഴുത്തിൽ വയ്ക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഇതേതാ സ്ഥലമെന്ന് എനിക്കറിയില്ല. ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുക ഏത് സ്ഥലമായാലും എന്താ. അപ്പോൾ ഇനി മേലിൽ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാഖ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരും, എടുക്കുകയും ചെയ്യും. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ CPIയിൽപ്പെട്ട ASFയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവിടെ ASF തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ SFIയുടെ സംഘടനാ പ്രവർത്തകന്മാർ ചെയ്ത കാര്യം, ആ പാവത്തിൻ്റെ തന്നെ വെള്ളമുണ്ട് ഉരിഞ്ഞിട്ട് അത് SFIയുടെ പതാകയാക്കി അവനെ കൊണ്ട് പിടിപ്പിച്ച് മഹാരാജാസ് കോളേജിൽ ചുറ്റി നടത്തിയ കഥയൊക്കെ എത്ര വർഷമായി? 5-6 വർഷമായി നടന്നിട്ട്. കൈ വെട്ടും, കാല് വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ഇങ്ങനെ പരസ്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഭീകരതയുടെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സസൂക്ഷ്മം നിരീക്ഷിക്കണം. നന്ദേട്ടാ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷങ്ങൾ അതൊരു ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നിരന്തരം, എനിക്ക് തോന്നുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിരന്തര സംഘർഷം, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ, പിന്നെ ആലപ്പുഴ, തിരുവനന്തപുരം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൽ നിരന്തര സംഘർഷം തന്നെയായിരുന്നു. അപ്പോൾ ആ പയ്യന്നൂർ ഒക്കെ പ്രചാരകമായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു? സ്വാഭാവികമാണ്. അതൊരു വലിയ കാര്യമല്ല, അത് ഒരു വാർത്തയുമല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഒരു 78-79 കാലഘട്ടത്തിൽ തന്നെ ഇത് സംഘർഷം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെമ്പാടും അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ അത് എവിടെയോ ഉള്ള കുറച്ച് പ്രവർത്തകർ, പ്രാദേശിക പ്രവർത്തകരുടെ ആവേശം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമേ അല്ല. അതൊരു ആസൂത്രണമായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ ഒരുപോലെ, തൃശ്ശൂർ എത്ര ഭീകരമായ ആക്രമണങ്ങളാണ് ആലപ്പുഴ നടന്നിട്ടുള്ളത്, തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. പക്ഷേ കാലക്രമേണ മറ്റ് ജില്ലകളിലേത് ഇല്ലാതായപ്പോഴും ഇതെവിടെ നിന്നാണോ തുടങ്ങിയത്, ആരാണോ ഇതിനെ ആസൂത്രണം ചെയ്തത്, അവരുടെ ജില്ലയിൽ, അതാണ് കണ്ണൂർ ജില്ല, അത് തുടരുകയും ചെയ്തു. 1990 മുതൽ 3 വർഷക്കാലം ഞാൻ അവിടെ ജില്ലാ പ്രചാരകമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതും ഒരു സംഘർഷത്തിൻ്റെ പീക്കായിരുന്നു ആ സമയത്ത്. ആ കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ട്. പയ്യന്നൂർ മേഖലയിലാണ്, അല്ലെങ്കിൽ പയ്യന്നൂർ സംഘ ജില്ലയിലാണ് പാപ്പിനിശ്ശേരി, കയ്യൂർ, കരിവള്ളൂർ, ചീമേനി തുടങ്ങിയിട്ടുള്ള കല്യാശ്ശേരി പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ഗ്രാമങ്ങൾ തന്നെയുള്ള പ്രദേശങ്ങൾ. അവിടങ്ങളിലേക്ക് ശാഖ ആരംഭിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴൊക്കെ സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് പാപ്പിനിശ്ശേരിയിൽ വിശ്വനാഥൻ കൊല ചെയ്യപ്പെടുന്നു, പിലിക്കോട് ഭാഗത്ത് ലോഹിതാക്ഷൻ കൊല ചെയ്യപ്പെടുന്നു, ഒട്ടേറെ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അതിന് തൊട്ട് ആണ് 90-ൽ ഞാൻ അവിടെ ജില്ലാ പ്രചാരകമായിട്ട് പോകുന്നത്. ഒരു സംഭവം പറഞ്ഞാൽ കരുവള്ളൂർ അടുത്തുള്ളൊരു സ്ഥലമാണ് കുണിയൻ. സത്യത്തിൽ കരിവള്ളൂരിലെ രക്തസാക്ഷികളെന്ന് ഇവർ വളരെ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും രോമാഞ്ചത്തോടെ പറയുന്ന സംഭവം നടക്കുന്നത് കുണിയനിലാണ്. കുണിയൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കുണിയൻ പുഴക്കര ചോരച്ചാലൊഴുകി എന്നൊക്കെ പറഞ്ഞ് വിപ്ലവ കവികളുടെ കവിതകളൊക്കെ ഉണ്ട്. സംഭവം എന്താ വെച്ചാൽ, കുണിയനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആളുടെ വീട്ടിലെ നെല്ലറ പൊളിക്കാൻ വേണ്ടിയിട്ട് പോയ സമരം, അങ്ങനെയൊക്കെയാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്തിലായിക്കോട്ടെ, ഞാൻ എൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു പാർട്ടി ഗ്രാമമായിരുന്നു അന്ന്.
പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊരു പാർട്ടിയുടെയും കൊടിയോടെ പാറാൻ പാടില്ല. അപ്പം 90-91 എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് 10-25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിൻ്റെ ഒരു തിളപ്പുണ്ടാവാം. പയ്യന്നൂർ ടൗണിൽ കാര്യാലയത്തിൽ കുണിയൻ ഉൾപ്പെടെയുള്ള കരിവള്ളൂരിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ അവിടെ സംസ്കൃത ഭാഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സംസ്കൃത കോളേജിൽ വരാറുണ്ട്. വിദ്യാർത്ഥികളുടെ ശാഖ കാര്യാലയത്തിൽ തുടങ്ങി. നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റാത്തപ്പോൾ വിദ്യാർത്ഥികൾ, കോളേജിലെ വിദ്യാർത്ഥികൾ കാര്യാലയത്തിൽ വന്ന് ഉച്ചനേരത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ശാഖ. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിലെ കുട്ടികൾ ചിലർ, കുണിയനിലെ പ്രത്യേകിച്ച്, അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നമുക്ക് നിത്യേന തുടങ്ങിയാൽ എന്താണ്. കുണിയൻ്റെ പൂർണ്ണമായ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാവുന്നത് കരിവള്ളൂരിൽ നിന്ന് മാത്രമാണ്. കരിവള്ളൂരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക സ്ഥാനം കുണിയനാണെന്നൊന്നും അന്ന് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം. സന്തോഷമായി. അത്രയും നല്ല കുട്ടികൾ, പ്രീ ഡിഗ്രിക്കും ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന കുട്ടികൾ ശാഖയിൽ വരാൻ തയ്യാറായപ്പോൾ ഞാൻ പോകാൻ നിശ്ചയിച്ചതിന് ശേഷമാണ് ലോക്കൽ കാര്യകർത്താക്കന്മാർ പലരും ഇത് അറിയുന്നത്. അവർ പറഞ്ഞു അയ്യോ അങ്ങനെ പോകാൻ പാടില്ല അവിടെ, അത് പോയാൽ ഒന്നാമത് അത് കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കുറച്ച് കിലോമീറ്റർ, അന്ന് ബസ്സൊന്നുമില്ല, നടന്നു വേണം പോകാൻ. അതെല്ലാം അവരുടെ ഒരു ഏരിയയാണ്. ഇന്ന് അതുവഴിയൊക്കെ ബസ്സുണ്ട്. അങ്ങനെ സ്ഥലമാണ്. ഈ കുണിയനാണ് ഇത്തരം ഒരു ഭീകരമായ ഒരു പാർട്ടി ഗ്രാമമാണ്. അതുകൊണ്ട് എന്തു വന്നാലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഞാൻ വാക്ക് കൊടുത്തു പോയ കുട്ടികൾക്ക്, അവരെല്ലാം തയ്യാറെടുപ്പ് നടത്തുകയാണ്, പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളും വരുമെന്നായി. അങ്ങനെ അന്ന് BJPയുടെ മണ്ഡലം ചുമതലയുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് രാജഗോപാലുണ്ട്, പഴയ പ്രചാരകമായിരുന്ന ഒരു കൃഷ്ണൻ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ കൂടെ, ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് അവിടെ ശാഖ തുടങ്ങാൻ വേണ്ടി പോയി. ചെന്നപ്പോൾ ഈ കുട്ടികൾ നന്നായിട്ട് പ്രവർത്തിച്ചൊരു 10-35 അതേ പ്രായത്തിലുള്ള കുട്ടികൾ, കണ്ടാൽ സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന വിഭാഗത്തിൽ അവർ തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ തെളിച്ചിട്ട്. പക്ഷേ ശാഖ തുടങ്ങി എൻ്റെ കൂടെ വന്നൊരു പ്രവർത്തകനാണ് ശാഖ എടുക്കുന്നത്. ഞാൻ അതിന് നിർദ്ദേശം കൊടുത്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞില്ല, ആ ഗ്രൗണ്ടിൻ്റെ അല്ലെ നമ്മൾ തിരിച്ചിട്ട സംഘസ്ഥാൻ്റെ ചുറ്റിനും ഒരു 250-260 പുരുഷന്മാരും സ്ത്രീകളും. അപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട്, സിനിമയിലൊന്നും അല്ലാതെ ഇത്രയേറെ വൈവിധ്യമുള്ള ആയുധങ്ങൾ ഞാൻ കാണുന്നത് അന്നാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ മറച്ചും മറയ്ക്കാതെയും. സ്ത്രീകൾ വരെ ഈ കൈലിത്തുമ്പത്ത് കല്ലുമൊക്കെ എടുത്തിട്ടാണ് ചുറ്റിനും നിൽക്കുന്നത്. ഇപ്പം അന്ന് ചിന്തിക്കുമ്പോൾ അന്ന് അങ്ങനെ ഒരു ഭയപ്പാടൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തതെന്ന് എനിക്കറിയില്ല. ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവരെയൊക്കെ കണ്ടതോട് കൂടിയിട്ട് ഈ ശാഖ എടുക്കാൻ നിശ്ചയിച്ച ആൾക്ക് ഒരല്പം ആജ്ഞകളൊക്കെ തെറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ തന്നെ എടുത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണനും രാജഗോപാൽ വക്കീലുമൊക്കെ എന്നോട് പറഞ്ഞു നമുക്ക് ഒന്ന് പെട്ടെന്ന് നിർത്താം, കാരണം സ്ഥിതി ശാഖ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വ്യായാമമൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പുറത്തുനിന്ന് നല്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ തെറിയൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്ത ആളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ ആയുധങ്ങളുടെ വൈവിധ്യം പോലെ തന്നെ തെറികളുടെയും വൈവിധ്യം. ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ്, പാർട്ടിയുടെ ചുമതലക്കാരാണ് വന്നിരിക്കുന്നത് എന്നാ ഒരു ചർച്ച ചെയ്യുക, നിങ്ങൾ എന്തിനാണ് വന്നേക്കുന്നത്. ഇതൊന്നുമല്ല, അവർ എല്ലാ വിധത്തിലുള്ള പദാവലികളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, തെറിയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അപ്പോഴേക്കും 1 മണിക്കൂർ ആറായി. അവർ സംഘസ്ഥാനിലേക്ക് കയറി. സാധാരണഗതിയിൽ അതിന് മുമ്പേ തന്നെ എന്തെങ്കിലും നടക്കേണ്ടതാണ്. ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് എന്തുകൊണ്ടന്ന് അത് നടന്നിട്ടില്ല എന്ന്. ഒരു പക്ഷേ അവരുടെ തന്നെയോ അവരുടെ ബന്ധുക്കളുടെയോ ഒക്കെ കുട്ടികളൊക്കെ നിൽക്കുന്നത് കൊണ്ടാവാം. ഒരു കൂട്ടാക്രമണം നടത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ. എന്നാലും ശാഖ കഴിഞ്ഞ് ഒരു വിധത്തിൽ പ്രാർത്ഥനയൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴേക്കും ചുറ്റും, പ്രത്യേകിച്ച് ഞാനാണത് നേതൃത്വം കൊടുക്കുന്നതെന്നുള്ള ഇത് ഉള്ളതുകൊണ്ടാവാം, രാജഗോപാലൻ വക്കീൽ എന്നെക്കാളൊക്കെ മുതിർന്ന ആളാണെങ്കിൽ പോലും ഈ പുറത്തുനിന്ന് വന്ന ഇവരെ, രാജഗോപാലൻ വക്കീലിനെയൊക്കെ പയ്യന്നൂർ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഇവനാണ് ഈ പുറത്തുനിന്ന് വന്നതെന്നുള്ള മട്ടിൽ എന്നെ വളഞ്ഞു വെക്കുകയും ഈ പറഞ്ഞ വൈവിധ്യമുള്ള സാധനങ്ങളിൽ ഒന്നെടുത്ത് എൻ്റെ കഴുത്തിൽ വയ്ക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഇതേതാ സ്ഥലമെന്ന് എനിക്കറിയില്ല. ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുക ഏത് സ്ഥലമായാലും എന്താ. അപ്പോൾ ഇനി മേലിൽ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാഖ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരും, എടുക്കുകയും ചെയ്യും എന്ന് അന്ന് പറഞ്ഞു. ഏതായാലും 2 വിഭാഗമായിട്ട് അവർ തന്നെ തിരിഞ്ഞു. അതായത് ഉടനടി ആക്രമിക്കണം, ഇവനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു വിഭാഗം. നമുക്ക് കേൾക്കാം അതും.
കുറച്ച് മുതിർന്ന ചില ആൾക്കാർ ഇപ്പോൾ വന്നതല്ലേ അവരിനി വരുന്നില്ല നമുക്കിത് എന്തുകൊണ്ടെന്ന് സാധാരണ കണ്ണൂർ പ്രദേശത്ത് അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവാറില്ല സത്യത്തിൽ. പലരും അത്ഭുതത്തോടെ പറഞ്ഞു. പക്ഷേ ഏതായാലും നമ്മുടെ കൂടെ വന്നവരും പറഞ്ഞു തൽക്കാലം ഒരു സ്ട്രാറ്റജിക് പിൻവാക്കാണ്, നല്ല നമ്മുടെ ആളെണ്ണവും കുറവാണ്. അപ്പോൾ ഈ വഴി അത്രയും ഞാൻ ഈ പറഞ്ഞ കാലിക്കടവ് എന്ന് പറഞ്ഞ ബസ് കിട്ടുന്ന ഇത് കാഞ്ഞങ്ങാടേക്ക് പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന മെയിൻ റോഡ് എവിടെയാണോ അവിടെ വരെ 3-4 കിലോമീറ്റർ ഞങ്ങളെ മുന്നിൽ നിർത്തി ഞങ്ങളുടെ പിന്നാലെ ഈ തെറി മുദ്രാവാക്യങ്ങളുമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ വിട്ട് ബസ് കയറി പോകേണ്ടി വന്നു. അതൊന്ന്. അങ്ങനെ പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയും ചില പരിപാടികൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിപാടി നടത്തിക്കാൻ വിധത്തിൽ പെരുമാറിയ സംഭവങ്ങളുണ്ട്. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് പോയി അവിടെ ശാഖ തുടങ്ങി. അങ്ങനെ ഒരു രസകരമായ കബഡികളിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങോട്ട് കയറുക ഇങ്ങോട്ട് വരിക ഇത് നടത്തിയിട്ടുണ്ട്. അത്തരം ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഈ കുണിയൻ ഭാഗത്തെ ശാഖയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ശാഖ നടക്കുന്നുണ്ട്. പക്ഷേ വേദന തോന്നുന്നൊരു കാര്യം, ഏതൊക്കെ കുട്ടികളാണ് ശാഖയിൽ അന്ന് വന്ന് അവരെ എണ്ണം തിട്ടപ്പെടുത്തി അവരുടെ വീടുകളിലെ കൃഷി സാധനങ്ങൾ മുഴുവൻ അന്ന് രാത്രിയിൽ അവർ വെട്ടിയരിഞ്ഞ് നശിപ്പിച്ചു. അവരുടെ വീട്ടിലെ മോട്ടറിന് വേണ്ടിയിട്ടുള്ള പമ്പ്, മോട്ടറിന് ഉപയോഗിക്കാൻ വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ്, പുതുതായി വളർന്നു വരുന്ന തെങ്ങ്, എല്ലാ സാധനങ്ങളും പിന്നീട് നമുക്ക് പോയി കാണുമ്പോൾ സത്യത്തിൽ മനസ്സിൽ വലിയ വേദന തോന്നുന്ന വിധത്തിൽ മുഴുവൻ അരിഞ്ഞ് നശിപ്പിച്ചു. അന്ന് തൽക്കാലത്തേക്ക് അവർക്ക് ശാഖ തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ഇപ്പോഴത്തെ ഒരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ അന്യ സ്വരത്തെ സംഗീതം പോലെ ആസ്വദിക്കും എന്നൊക്കെയാണ് പുറത്തു പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ഭീതിതമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അത് തുടർന്ന് വന്നു. ഇപ്പോഴും കുറച്ചൊക്കെ ഒരു കുറവുകൾ, സംഘർഷങ്ങളിൽ കുറവുകൾ ഉണ്ടായെങ്കിലും സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. ആ ജന്മനാ ഉള്ള സ്വഭാവം അത് കാരണം ചെറുപ്പം മുതലേ പഠിച്ചു വളരുന്നത്, പ്രത്യയശാസ്ത്രം എത്ര കണ്ട് ആഴത്തിൽ പഠിക്കുന്നുണ്ട് എന്നറിയില്ലെങ്കിലും അവർ ഉൾക്കൊള്ളുന്നത് ചില ബാഹ്യമായ ചില ഉദാഹരണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് ഇപ്പം അനിഹിലേഷൻ ഓഫ് ദി ക്ലാസ് എനിമി, വർഗശത്രുവിൻ്റെ ഉന്മൂലനം, അത് ഒരു അവർ പഠിക്കുന്ന സിദ്ധാന്തത്തോട് കൂടി ചേർന്നാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ആ ഭൗതികവാദം നടപ്പിലാക്കണമെങ്കിൽ സമൂഹത്തിൽ ഉണ്ട് എന്ന് അവർ പറയുന്ന, നമ്മൾ വിശ്വസിച്ചോളണം ഉണ്ടെന്ന്, വൈരുദ്ധ്യങ്ങൾ. ഈ വൈരുദ്ധ്യങ്ങളിൽ നമ്മളൊരു പക്ഷം ചേർന്നേ പറ്റൂ. അതാരുടെ പക്ഷം? യാതന അനുഭവിക്കുന്ന എന്നവർ പറയുന്ന ആളുകളുടെ ഒപ്പം. ഉള്ളവനെ ഇല്ലാതെയാക്കിക്കൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഹാവ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഹാവ് നോട്ട്സിൻ്റെ ഭരണം കൊണ്ടുവരണം. ഹാവ്സും ഹാവ് നോട്ട്സും, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ചുടുചോരയിലൂടെ നീന്തിയിട്ട് വേണം തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം സ്ഥാപിക്കാൻ. ഇത് ചെറുപ്പം മുതലേ കേൾക്കുന്ന ചില റൊമാൻറ്റിക് കഥകൾ പോലത്തെ കാര്യങ്ങളാണ്. അതിലെ ഈ സിംബൽസ്, ചോര, വെട്ടി ഒഴുക്കുക, എല്ലാത്തിനെയും തകർക്കുക, ഇപ്പോഴും അത് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ചെറിയ പിള്ളേർ, തിരിച്ചറിവില്ലാത്ത ഈ SFIയുടെ പിള്ളേർ പോലും വൈസ് ചാൻസലർക്കെതിരായിട്ട് പോലും പ്രയോഗിക്കുന്ന പദങ്ങൾ. നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിന്നൊരു ചെക്കൻ പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ TV-യിൽ ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്ത് ഭാഷയാണ്? വായിക്കൊള്ളാത്ത ഭാഷയാണ് ഈ പറയുന്നത്. ഇതാണോ സംസ്കാര സമ്പന്നമായ ഒരു രീതി? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയണം എന്നാണോ ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെയാണ്. പക്ഷേ മൊത്തത്തിൽ ഈ പ്രസ്ഥാനം പൊള്ളയായ ഈ പ്രസ്ഥാനത്തിൻ്റെ ദൗർബല്യം ലോകം മനസ്സിലാക്കുമ്പോഴാണ് ആ ദൗർബല്യം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരം വെല്ലുവിളികൾ നടത്തുക, സാധിക്കുന്ന സ്ഥലത്ത് കൂട്ടായിട്ട് പോയിട്ട് ജനങ്ങളെ ആക്രമിക്കുക, തങ്ങളുടെ ഈ ഒരു തിണ്ണമെടുക്ക് കാണിക്കുക. ഈ കഴിഞ്ഞ ദിവസം കണ്ടു 2-3 ചെറുപ്പക്കാർ ചേർന്നിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയപ്പോൾ ആ സ്റ്റാർട്ടപ്പിൽ ഗ്ലാസും സാധനങ്ങളും ഇറക്കുമ്പോൾ അതിന് ചില ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണം ആ സാധനങ്ങൾ അൺലോഡ് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇറക്കിക്കോളാമെന്ന് കാല് പിടിച്ച ആ കുട്ടികൾ പറയുമ്പോഴും, ചെറുപ്പക്കാരാണ്, 23-24 വയസ്സുള്ളവർ, തൻ്റെ ഇടത്തോടെ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അവിടെ പോയി പറയുന്നത് എന്തൊക്കെയാണ്? ഇത് വിദ്യാർത്ഥി പ്രവർത്തനത്തിലായാലും തൊഴിലാളി പ്രവർത്തനത്തിലായാലും ഇത് ചെയ്യുന്നതുകൊണ്ട് ആത്യന്തികമായി നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ്?
ആ പ്രസ്ഥാനത്തിനല്ല, കാരണം അതിന് നഷ്ടപ്പെടാനൊന്നുമില്ല. ആത്മാവേ നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞതാണെങ്കിൽ പിന്നെന്താ നഷ്ടപ്പെടാനുള്ളത്? അപ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടൊരു പാർട്ടി ചെയ്യുന്ന ഇത്തരം ക്രൂരമായ പ്രവർത്തനം കൊണ്ട് കേരളത്തിൻ്റെ പുരോഗതിയാണ് തടയപ്പെടുന്നത്. കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളാണ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിയെ, പ്രത്യേകിച്ച് ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ സസൂക്ഷ്മം വിലയിരുത്തപ്പെടണം. വിലയിരുത്താനുള്ള ഉത്തരവാദിത്വം നീതിന്യായ കോടതിക്ക് വരെ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ ഇവരുടെ ഈദൃശ പ്രവർത്തനങ്ങളെ ഒരു സുവോമോട്ടോ കേസിന് പോലും സാധ്യതയുള്ള വിധത്തിലാണ് ഇവർ പെരുമാറുന്നത്. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ CPIയിൽപ്പെട്ട ASFൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവിടെ ASF തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ SFIയുടെ സംഘടനാ പ്രവർത്തകന്മാർ ചെയ്ത കാര്യം, ആ പാവത്തിൻ്റെ തന്നെ വെള്ളമുണ്ട് ഉരിഞ്ഞിട്ട് അത് SFIയുടെ പതാകയാക്കി അവനെ കൊണ്ട് പിടിപ്പിച്ച് മഹാരാജാസ് കോളേജിൽ ചുറ്റി നടത്തിയ കഥയൊക്കെ എത്ര വർഷമായി? 5-6 വർഷമായി നടന്നിട്ട്. ഇതേപോലെ തന്നെയാണ് അവിടെ ഒരു പെൺകുട്ടിക്കെതിരായിട്ടുണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് ഇവരുടെ ബിൽഡിംഗ് അപ്പ്, ഇവരുടെ ഈ ഒരു വളർച്ച തന്നെ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്നതുകൊണ്ടാണ് ഇനി പറഞ്ഞതുപോലെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളുടെ പുറത്തുകൂടിയുള്ള ഈ ചോരയൊഴുക്കലും വെട്ടലും കുത്തലും, ഞങ്ങൾക്കൊണ്ടൊരു പരിപാടി, അരിവാൾ കൊണ്ടൊരു പരിപാടി. അരിവാൾ കൊണ്ട് എന്ത് പരിപാടിയാണ് നടക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ അരിവാൾ ഉപയോഗിക്കുന്ന നെൽക്കതിര് മുറിക്കാൻ. ആ നെൽക്കതിരുണ്ടാകാത്ത വിധത്തിൽ പാടങ്ങളൊക്കെ തരിശായി കഴിഞ്ഞു. കേരളത്തിൽ പാടങ്ങൾ തരിശായി. കാരണം നെല്ല് മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കൊയ്യാൻ വേണ്ടിയിട്ടുള്ള അരിവാൾ ഇവർ കൊണ്ടൊരു പരിപാടി എന്നാണ് പറയുന്നത്. കൈ വെട്ടും, കാല് വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ഇങ്ങനെ പരസ്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഭീകരതയുടെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സസൂക്ഷ്മം നിരീക്ഷിക്കണം. ഇത് പട്ടണങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഒരു തരം ചമ്പൽ കൊള്ളക്കാരേക്കാൾ ഭീകരന്മാരായിട്ടുള്ള ആളുകളാണ് ഇവർ എന്ന് തിരിച്ചറിയേണ്ട സമയം വൈകിപ്പോയിരിക്കുകയാണ് കേരളത്തിൽ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കേരളത്തിൽ നിന്ന് പ്രചാരകന്മാരായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക്, പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ദേശീയോദ്ഗ്രഥത്തിൻ്റെ പാതയിലേക്കുള്ളൊരു മാറ്റത്തിന് പ്രധാന കാരണമായിട്ടുള്ളത് അവിടുത്തെ സംഘടനാ പ്രവർത്തനം കൂടെയാണ്. കേരളത്തിൽ നിന്ന് നിരവധി പേരങ്ങനെ പോയിട്ടുണ്ട്, പലരെയും നഷ്ടമായിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യം അറിവുള്ളതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനൊക്കെ പ്രചാരകമായി അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റിനെ, വടക്ക് കിഴക്കൻ മേഖല ഒരു ക്ഷേത്രമാണ്, സംഘത്തിൻ്റെ ഒരു റീജിയനാണ്. അതിനെ ഒരു ശക്തമായ സംഘടനാ പ്രവർത്തനത്തിൽ ശക്തമായ സംസ്ഥാനം, ഒരു തരത്തിൽ അതിന് ഹിന്ദിയിൽ പറയുക ഗോതുമേലേന എന്ന് വെച്ചാൽ ദത്തെടുക്കുക എന്ന് പറയുന്ന പോലെ, അവിടേക്ക് ആവശ്യമായ പ്രചാരകന്മാരെ കൊടുക്കുക, ഇതൊക്കെ ചെയ്യേണ്ടത് കേരളമാണെന്ന് തീരുമാനിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ബാച്ചായിട്ട് കേരളത്തിൽ നിന്ന് പ്രചാരന്മാരായിട്ട് പോയ ആൾക്കാരാണ് നമ്മുടെ വെൺമണി, പന്തളത്തിനടുത്തുള്ള വെൺമണിയിലുള്ള നാരായണൻകുട്ടിയേട്ടൻ എന്ന് പറയുന്ന മുരളിയേട്ടൻ ഒന്ന്, അതേപോലെ അശോകേട്ടൻ, ഇപ്പം മണിപ്പൂരിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപ്രചാരക പ്രമുഖ് മുരളിയേട്ടനാണെങ്കിൽ അവിടെ അദ്ദേഹത്തെ ഉൾഫ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം നമുക്കില്ല, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും. അത് 1-2 പേര് മാത്രമല്ല, വേറെയും നിരവധി, വിജയേട്ടൻ, അങ്ങനെയൊക്കെയുള്ള പല മുതിർന്ന പ്രചാരകന്മാർ ഇവിടെ പ്രവർത്തിച്ച് പരിചയമുള്ളവരെയും സ്ഥാനീയ തലത്തിൽ നല്ല ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രചാരകന്മാരായ ആളുകളെ അവിടേക്ക് അയക്കുന്നത് പരിചയസമ്പന്നരെയാണ്. ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ വടക്കുകിഴക്കൻ മേഖലയുടെ കാലാവസ്ഥ, അവിടുത്തെ ഭാഷ, ഭക്ഷണം, ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ അതിനോടൊക്കെ ഒരു തരത്തിൽ മാനസികമായി യോജിച്ച് സ്വയം കഷ്ടപ്പെടാൻ തയ്യാറായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ കേരളത്തിൽ നിരവധി പ്രചാരകന്മാർ പോയി. അതുകൊണ്ടിപ്പോൾ വടക്കുകിഴക്കൻ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വടക്കുകിഴക്കൻ മേഖലയുടെ ചുമതല നോക്കുന്ന ആളുകളിൽ ഒരാളാണ് അശോകേട്ടൻ. ആദ്യത്തെ ബാച്ചിൽ ഇവിടുന്ന് പോയ ആളാണ്. ഇപ്പോൾ ത്രിപുരയുടെ സഹപ്രാന്ത പ്രചാരക കോട്ടയത്ത് നിന്ന് പോയ കണ്ണൻ എന്ന് പറയുന്ന പ്രചാരകനാണ് സംസ്ഥാനത്തിൻ്റെ പ്രചാരകനായി. ഇങ്ങനെ അതേപോലെ അതിർത്തി പ്രദേശങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗതിവിധിയുണ്ട്, സീമാ ജനകല്യാൺ സമിതി. നമ്മുടെ ഗോപാലകൃഷ്ണേട്ടൻ അതിൻ്റെ അഖില ഭാരതീയ ചുമതല നോക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു അഖില ഭാരതീയ ചുമതലക്കാരൻ കണ്ണൂർ വടകരക്കാരനായിട്ടുള്ള പ്രചാരകൻ പ്രദീപൻജിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് നിരവധി പ്രചാരകന്മാർ പോവുകയും അവർ എല്ലാവിധ ദുർഘട സന്ധികളോടും മല്ലിട്ട് അതിലൂടെയൊക്കെ വളർന്ന് വന്ന്
ഇന്ന് ആസാമിലായാലും മണിപ്പൂരിലായാലും അരുണാചൽ പ്രദേശിലായാലും ത്രിപുരയിലായാലും ഒക്കെ അവിടെ നിന്നുള്ള ആളുകൾ പ്രചാരകന്മാരായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. നേരത്തെ പോയിരുന്നവരിൽ ഞാൻ നേരത്തെ പറഞ്ഞ അശോകേട്ടനോ പ്രദീപേട്ടനോ അല്ലെങ്കിൽ കണ്ണൻജിയോ പോലുള്ള ആൾക്കാർ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും പ്രചാരകന്മാരെ കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് അവിടെ മാറി സംഘത്തിൻ്റെ ഏതൊരു സംസ്ഥാനത്തെയും പോലെ ശക്തമായ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ മാറുകയും ഒരു പക്ഷേ സംഘത്തിൻ്റെ ഈ സംയോജിതമായ 80കളിൽ സംഘം അഖില ഭാരതീയ തലത്തിലെടുക്കുകയും കേരളത്തിലൂടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്ത ഈ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്, എന്ത് സംഭവിക്കുമായിരുന്നു അവിടെ എന്ന കാര്യത്തിൽ വളരെ നടുക്കമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ത്യാഗം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അവിടെ പോയി പ്രവർത്തിച്ചവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യാൻ അവർ സന്നദ്ധരായതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഏറ്റവും ശക്തമായ ദേശീയതയുടെ വളക്കൂറുള്ള മണ്ണായി അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അന്ന് എടുത്ത തീരുമാനവും അതിൻ്റെ നടപ്പിലാക്കലുമാണ്. അതാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. ഈ ഹൃദയബന്ധങ്ങൾ, ഹൃദയം കൊണ്ടാണ് RSSൻ്റെ ഭാഷ, സംഘത്തിൻ്റെ ഭാഷ. അപ്പോൾ ബലിദാനികൾ ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരു പ്രചാരകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ഫാദർ ഫിഗറാണ് സ്വയം സേവകർക്ക്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെയേറെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, പയ്യന്നൂർ ഭാഗത്ത് പ്രചാരകനായിരിക്കുമ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വിശ്വനാഥൻ്റെ ആയാലും ലോഹിതാക്ഷൻ്റെ ആയാലും ഒക്കെ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വീടുകളിൽ പോകാനും കാണാനും അവരുടെ രക്ഷകർത്താക്കളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ നമ്മുടെ മുതിർന്ന മുൻഗാമികളായിട്ടുള്ള പ്രചാരകന്മാർ ചെയ്യുന്ന കാര്യം നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവം കൊണ്ടുകൂടിയാണ്. പിന്നെ ഒരു സംഘർഷങ്ങളുടെ ഒരു വലിയ ശൃംഖല കണ്ണൂരിൽ സമീപകാലത്ത് നടന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് സംഘർഷങ്ങളൊക്കെ ഇല്ലാതായത്. 7-8 പേര് ഒരാഴ്ചക്കുള്ളിൽ കൊല്ലപ്പെട്ട ഒരു ഉണ്ടായി. അതിൻ്റെ തുടക്കത്തിലാണ് അവിടുത്തെ സുമേഷ് എന്ന് പറയുന്ന സംഘപ്രവർത്തകൻ്റെ കൈ രാജേഷിൻ്റെ അനുജൻ അയാളുടെ കൈ വെട്ടിയിട്ട് അവിടുന്ന് തുടങ്ങിയ ഒരു സംഘർഷത്തിൻ്റെ ഒരു ശൃംഖല. ആ സമയത്ത് ഞാൻ സംസ്ഥാന ചുമതലയായിരുന്നെങ്കിലും അവിടെയായിരുന്നു അന്ന് യാത്രയായിട്ട് കണ്ണൂരാണുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ താമസിച്ച വീട്ടിലാണ് ഫോൺ വന്നത്, ഇങ്ങനെ സംഘർഷം തലശ്ശേരി ടൗണിൽ മൊത്തം സംഘർഷമാണ്, അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന്. പിന്നെ എനിക്ക് സേതുവേട്ടൻ്റെ നിർദ്ദേശം വന്നു, നിങ്ങൾ ഉടനെ അവിടുന്ന് പോരണ്ട, അവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതുകൊണ്ട് ആ വർഷത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വേദനയോടെ ഓർക്കുന്നത് ആ ഘട്ടത്തിൽ ഞാൻ തന്നെ എല്ലാം ഏറ്റുവാങ്ങിയെന്നല്ല, പക്ഷേ ഏറ്റുവാങ്ങുന്ന ആ ചടങ്ങിൽ, ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട സ്വയംസേവകരുടെ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങുന്ന ആ വിഭാഗം സ്വയംസേവകരോടൊപ്പം പോയി നിൽക്കേണ്ട അവസ്ഥ അനേകം പേര്. സത്യത്തിൽ അതൊരു വല്ലാത്ത അനുഭവം, വിവരിക്കാനാവാത്ത വിധത്തിലുള്ള. ബോഡിയും കൊണ്ട് വീട്ടിലെത്തുമ്പോഴുള്ള അവിടുത്തെ അന്തരീക്ഷം നമുക്ക് തന്നെ ഒരു പക്ഷേ ഭൂമി പിളർന്നിട്ട് താഴോട്ട് പോയാലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു മാനസിക അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. പലപ്പോഴും ബോഡിയും കൊണ്ട് പോകുന്ന വഴിയിൽ പോലും ഈ ആക്രമണകാരികൾ ആ ദുഃഖത്തിൻ്റെ ഇതോട് കൂടിയിട്ട് നടക്കുന്ന വിലാപയാത്രയിൽ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുകയും അതൊക്കെ കാണുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഘത്തിൻ്റെ ഉള്ളിൽ ഇത് പഠിച്ചെടുക്കേണ്ട ഒന്നുമല്ല, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കാരണം ശാഖയിൽ പോകുന്ന സ്വയംസേവർ തമ്മിലുള്ള ബന്ധം ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന മട്ടിലുള്ള കണ്ടു വളർന്ന ഒരു അനുഭവം മാത്രം ഈ സമയത്ത് പറയാം. ഭരതേട്ടൻ്റെ മകനായിട്ടുള്ള ദുർഗാദാസ് ഏട്ടൻ കിളിമാനൂർ കോളേജിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടു. ആ കോളേജിലെ ബന്ധപ്പെട്ട ഒരു വിഷയം അത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അദ്ദേഹം. പക്ഷേ മുൻപേ തന്നെ ദുർഗേട്ടൻ്റെ വരവും പോക്കുമൊക്കെ കോളേജിൽ ഇത് നോക്കി വെച്ചിരുന്ന മാർക്സിസ്റ്റുകാർ വളഞ്ഞ് നിന്ന് കല്ലെറിഞ്ഞ് വീഴ്ത്തി, സോഡാ കോപ്പി കൊണ്ടെറിഞ്ഞ് വീഴ്ത്തി, പിന്നീട് കുത്തി കൊല്ലുക ചെയ്തത്. ദുർഗേട്ടൻ്റെ അച്ഛൻ പ്രചാരകനായിരുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം, ഭരതേട്ടൻ. അപ്പോൾ ഈ മരണവാർത്ത ഭരതേട്ടൻ അറിഞ്ഞപ്പോൾ ഭരതേട്ടൻ്റെ പ്രതികരണം, സംഘത്തിൻ്റെ ഒരു പ്രചാരകനാണ് നഷ്ടപ്പെട്ടത്, സംഘത്തിൻ്റെ വലിയ നഷ്ടമാണ്, എൻ്റെ വീടിനെന്തു പോയി എന്നുള്ളതല്ല അദ്ദേഹം എന്ന് പറഞ്ഞത്. അതിലും എന്നെ വല്ലാതെ
നമ്മൾ പറഞ്ഞ വിധത്തിൽ അച്ഛൻ മക്കളെ നോക്കുന്നത് പോലെ, അമ്മ മക്കളെ നോക്കുന്നത് പോലെയാണ് മുതിർന്ന പ്രചാരകന്മാരോ കാര്യകർത്താക്കളോ നോക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം, ഇവിടെ കാര്യാലയത്തിൽ എറണാകുളത്ത് ഈ വിഷയം ഭാസ്കർറാവുജിയെ അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം അദ്ദേഹം രണ്ടാമത്തെ അറ്റാക്കും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാനന്ന് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അന്ന് കാര്യാലയത്തിൽ എന്തെല്ലാമാണ് സംവിധാനങ്ങൾ ഭാസ്കർറാവുജിയുടെ ചെവിയിൽ ഈ വാർത്ത എത്താതിരിക്കാൻ. പക്ഷേ ഭാസ്കർറാവുജി അസ്വസ്ഥനായിരുന്നു. അപ്പോൾ എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞു എന്ന മട്ടിൽ കാര്യാലയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ അവസാനം അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മാനസികസ്ഥിതിയിൽ തന്നെ അല്ലെങ്കിൽ ശാരീരിക സ്ഥിതിയിൽ തന്നെ വ്യത്യാസം വരുന്നത് കണ്ടപ്പോൾ ശാന്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനയാണ് അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ ഭരതേട്ടൻ എന്താ ചെയ്തത്? ദുർഗേട്ടൻ്റെ ബോഡി കിളിമാനൂർ നിന്ന് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ എത്തി ശവസംസ്കാരക്രിയ തുടങ്ങി. ഒരു പക്ഷേ ആ മൃതശരീരം പൂർണ്ണമായിട്ട് കത്തി കരിയുന്നതിന് മുമ്പ് ഭരതേട്ടൻ അവിടെ നിന്നൊരു വണ്ടി പിടിച്ചിട്ട് എറണാകുളത്തേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ ഭരതേട്ടൻ പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ ദുർഗൻ്റെ വിയോഗത്തിൽ വിഷമിക്കുന്ന ഒരാളുണ്ട് എറണാകുളത്ത്, അദ്ദേഹത്തെ എനിക്ക് പോയി സമാധാനിപ്പിക്കണം എന്നാണ്. അവിടുന്ന് വണ്ടി പിടിച്ചിട്ട് ഭരതേട്ടൻ എറണാകുളത്ത് വരികയും ഭാസ്കർറാവുജിയെ, കാരണം ഭാസ്കർറാവുജിയുടെ ശാരീരികാവസ്ഥ ഭരതേട്ടൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ഭരതേട്ടൻ വന്ന്, അതൊരു നമുക്ക് എത്ര മനക്കരുത്തുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞു പോകുന്ന നിമിഷമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു ഹൃദയബന്ധം നമ്മൾ എത്രയോ മുതിർന്ന പ്രചാരകന്മാരെ കാണുന്നു. ഇപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിച്ച് നമ്മളെ വിട്ടുപോയ ആ പ്രവർത്തകരുടെ കാര്യകർത്താക്കളുടെ വീടുകളുമായിട്ടുള്ള ബന്ധം നിരന്തരം സൂക്ഷിക്കുന്നവർ, എന്നും കൃത്യമായി അവരെ കയ്യിൽ കയ്യിരുത്തിയിട്ടുള്ള ഒരു ആൽബത്തിൽ അവരെ എപ്പോഴും കാണുന്നവർ, അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിശേഷം നടന്നാൽ എങ്ങനെയോ അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുന്നവർ. ഇതൊരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു ചെറിയ നോവ് ഒരു കുടുംബാംഗത്തിന് സംഭവിച്ചാൽ അത് ജീവൻ നഷ്ടപ്പെടുന്നതാവാം, ഒരു അംഗം, ഒരു അവയവം നഷ്ടപ്പെടുന്നതാവാം, എന്തായാലും അതെല്ലാവരുടെയും വേദനയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന മുതിർന്ന കാര്യകർത്താക്കന്മാർ, അത് കേവലം പ്രചാരകന്മാരല്ല. അതുകൊണ്ടാണ് ഞാൻ ഭരതേട്ടൻ്റെയും ഭാസ്കർറാവുജിയുടെയും ഉദാഹരണം പറഞ്ഞത്. സംഘം ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബം എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മുഹൂർത്തങ്ങളാണ് ഇത്തരം സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ സമയം. ദേശീയ തലത്തിലേക്ക് സംഘത്തിൻ്റെ അഖില ഭാരതീയ ചുമതലകളിലേക്ക് വന്നു. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്ത് തുടങ്ങി. എന്താണൊരു വ്യത്യാസം? ഈ സംഘടനാ പ്രവർത്തനത്തിൽ വ്യത്യാസമില്ല, പക്ഷേ ജനങ്ങളും സംഘവും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള വ്യത്യാസം. ഒരു പറഞ്ഞതുപോലെ സംഘം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഒരു വ്യത്യാസവും സ്വയംസേവകരും സംഘകാര്യകർത്താക്കന്മാരും തമ്മിൽ ഉള്ളതായി ഇവിടുത്തെ പ്രവർത്തനം അവിടുത്തെ പ്രവർത്തനം തമ്മിൽ ഒരു വ്യത്യാസവും ഉള്ളതായിട്ട് ഇതേ സ്നേഹം, അതേ കരുതൽ, അതേ ബഹുമാനം, ഇതെല്ലാം എല്ലായിടത്തും എനിക്ക് ഇന്നോളം 2012 മുതൽ ദേശീയ തലത്തിൽ യാത്ര ചെയ്യുകയാണ്. അതായത് ഒരു 14 വർഷമാകുന്നു. ഒരുപക്ഷെ ഈ 14 വർഷത്തിനിടയിൽ ചുരുങ്ങിയതൊരു 30 തവണയെങ്കിലും ഭാരതത്തിലൊരു പ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ തുടങ്ങി എല്ലാ സംസ്ഥാനത്തിലും പോയിട്ടുമുണ്ട്. ഒരിടത്ത് പോലും ഇവിടുത്തെ ആ സംഘം ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയല്ല എന്ന് പറയേണ്ട അവസ്ഥ. അത് ശാഖ എടുക്കുന്നതിൻ്റെ രീതി മുതൽ സമ്പർക്കത്തിൻ്റെ രീതി മുതൽ വിവിധ തലത്തിലെ ബൈഠക്കുകൾ, ഇതെല്ലാം സമാനങ്ങളാണ്. സമൂഹത്തിൻ്റെ സ്ഥിതിയിൽ കാണുന്ന ഒരു പ്രത്യേകത, കേരളത്തിൽ ഒരു സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ മത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇത്രയും സങ്കീർണമായൊരവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങുമില്ല. ഏതെല്ലാം ശക്തികളാണോ രാഷ്ട്ര ശരീരത്തിന് ഘാതകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരുപോലെ സജീവമായിട്ടുള്ള ഒരു സംസ്ഥാനമുള്ളത് കേരളത്തിലാണ്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതിവിടുത്തെ ഡെമോഗ്രാഫിക് ബാലൻസിനെയും ഇവിടുത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സമീപനങ്ങളിലും ഒക്കെ നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, അത് മൊത്തം ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് കേരളത്തിൽ നിന്നാണ്.
ഭാരതത്തിലുള്ള എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനം ഒളിഞ്ഞോ തെളിഞ്ഞോ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇതേപോലെ തന്നെയാണ് ഇടത് ഈ കപട വിപ്ലവത്തിൻ്റെ പ്രവർത്തനം, ഇതേപോലുള്ള ഇടത് രാഷ്ട്രീയ പ്രവർത്തനം അത് കേരളത്തിന് പുറത്തുനിന്ന് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? എവിടെയില്ല. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ പുതിയ അവതാരങ്ങൾ, മാർക്സിസത്തിൻ്റെ പുതിയ അവതാരങ്ങൾ ആണ്. അത് വോക്കിസമായിട്ടായാലും അല്ലെങ്കിൽ ക്യാൻസൽ കൾച്ചറായിട്ടായാലും കൾച്ചറൽ മാർക്സിസമായിട്ടൊക്കെ രൂപാന്തരം പ്രാപിച്ച് ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ ജീവിതത്തെ, സമൂഹത്തിൻ്റെ ഗതിയെ ഇല്ലാതെയാക്കാൻ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. മതപരിവർത്തന പ്രവർത്തനത്തിൽ ഭാരതത്തിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ ആളുകളെ സപ്ലൈ ചെയ്യുന്നത് ഈ ക്രൈസ്തവ ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനത്തിലും കേരളത്തിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം ആണെങ്കിൽ കൂടി കേരളം ഒരു മോഡലാണെന്നുള്ള മട്ടിലുള്ള പ്രചരണവാചകങ്ങളിലൂടെ കേരളത്തെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന സമീപനവും കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും കാണുന്ന ഒരു വിനയം സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ വിനയം എന്തുകൊണ്ടോ എനിക്കറിയില്ല. എനിക്ക് കേരളത്തോട് അങ്ങേയറ്റത്തെ സ്നേഹം തന്നെയാണുള്ളതെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിഞ്ഞാൽ. മിനിഞ്ഞാന്ന് ഞാൻ ഒറീസയിലായിരുന്നു. ഒറീസയിൽ അവിടുത്തെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ, ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാറായിരുന്നു. അതിലവിടുത്തെ മുഖ്യമന്ത്രി വന്നിരുന്നു. ആ മുഖ്യമന്ത്രി വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരു ട്രൈബാണ്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, അധ്യാപകനായിരുന്നു. ആ അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹമായത്. ഞാൻ സിംപ്ലിസിറ്റി എന്താണെന്നുള്ളത്, ഒരു ലാളിത്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരെയൊക്കെ മൈക്ക് തട്ടി ഓടിക്കുകയും ഗെറ്റ് ഔട്ട് പറയുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ കണ്ട പരിചയം കൊണ്ടാവാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഞാൻ എല്ലാ ഇത് പറയുകയല്ല. തികഞ്ഞ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട്. ഇനി അവിടുന്ന് സംഘത്തിൻ്റെ പ്രവർത്തനമാണ് ചോദിച്ചത്, പൊതുസമൂഹത്തിൻ്റെയാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞത്. സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നേരത്തെ രാമജന്മഭൂമി പ്രക്ഷോഭ കാലഘട്ടത്തിൽ കരസേവയ്ക്ക് പോയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് സമൂഹത്തിലെ സ്വാധീനം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരു വലിയ ചെറിയ വ്യത്യാസം അതും കാണാനുണ്ട്. മിക്ക സംസ്ഥാനത്തിലും സംഘശാഖകളുടെ ശക്തിയെ അല്ലെങ്കിൽ എണ്ണത്തേക്കാൾ കൂടുതലാണ് അവിടുത്തെ സാമൂഹ്യ പിൻബലം, സമൂഹത്തിൻ്റെ സംഘത്തോടുള്ള ആഭിമുഖ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അത് മുതിർന്ന ആളുകൾ, സമൂഹത്തിൽ മുതിർന്ന പ്രായം കൊണ്ടും ജോലി കൊണ്ടും സാമൂഹ്യ സ്വാധീനം കൊണ്ടും ഒക്കെ മുതിർന്ന ആളുകളുടെ വർദ്ധിച്ച തോതിലുള്ള പങ്കാളിത്തം കൊണ്ടാവാം അത് കിട്ടുന്നത് എന്നൊരിക്കൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഹരിയേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഹരിയേട്ടൻ പറഞ്ഞൊരു കാര്യം, നോക്കൂ, നിങ്ങൾ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ പ്രഭാത ശാഖകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രഭാത ശാഖകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരർത്ഥം സായം ശാഖയിൽ, വൈകുന്നേരത്തെ ശാഖയിലൊക്കെ വന്ന കുട്ടികൾ വളർന്നൊരു ജോലിയൊക്കെയായി, സമൂഹത്തിലൊരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായി, നല്ല ഉദ്യോഗസ്ഥൊക്കെ ആയി. അത് കഴിയുമ്പോൾ പോകാനുള്ള ശാഖ ഏതാണ്? നമുക്കിവിടെ കൂടുതലുള്ളത് അങ്ങനെയുള്ളവർക്ക് പോകാൻ രാത്രി ശാഖയിലാണ്. പക്ഷേ ഒരു പ്രത്യേക തലത്തിലുള്ള ആളുകൾ പോകാൻ പറ്റില്ല, അവർക്ക് രാത്രി ശാഖയുടെ സമയം കൊണ്ടോ ഒക്കെ പോകാൻ പറ്റില്ല. അവരെ എൻഗേജ് ചെയ്യിക്കേണ്ടത് പ്രഭാത ശാഖയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടെല്ലാമായിരിക്കാം സാമൂഹ്യ സ്വാധീനം എല്ലാ മേഖലയിലും നമുക്കിനിയും നേടേണ്ടതായിട്ടാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.